ഈ ഒരു വീഡിയോയിൽ 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ MN4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓരോ ആക്ടിവിറ്റികൾ വായിക്കുമ്പോഴും ഓരോ ആക്ടിവിറ്റികളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളും അതിനോടൊപ്പം തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഉത്തരം നമ്മൾ ഈ വീഡിയോയിൽ പ്രോപ്പറായിട്ട് പറയും, എന്നാലും നിങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ബാക്ക് ടു സ്കൂൾ, തിരികെ സ്കൂളിലേക്ക്. സമ്മർ വെക്കേഷൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ. നമ്മളെ വേനൽ അവധിയൊക്കെ കഴിഞ്ഞു. റീന ആൻഡ് ഹർ ഫാദർ ആർ അറ്റ് ദി സ്കൂൾ ബസാർ. റീനയും അവളുടെ അച്ഛനും ഇപ്പോൾ ഉള്ളത് സ്കൂൾ ബസാറിലാണ്. അവിടെ വന്നിട്ട് റീന എന്താണ് വാങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. റീന അച്ഛനോട് എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഫാദർ, ഐ വാണ്ട് എ ന്യൂ ബാഗ് ടു. എനിക്കൊരു പുതിയ ബാഗും കൂടി വേണമെന്നാണ് റീന അച്ഛനോട് പറയുന്നത്. റീന വാങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ബോട്ട് ആൻ അംബ്രല്ല ഫോർ 250 rupees. അവരൊരു കുട വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് കുട വാങ്ങിച്ചത്? 250 rupees, 250 രൂപയുടെ കുടയാണ് വാങ്ങിച്ചത്. 5 notebooks at 10 rupees. 5 നോട്ട് ബുക്കുകളും വാങ്ങി. 5 നോട്ട് ബുക്കുകൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 10 rupees ഈച്ച്, ഓരോന്നിന് 10 രൂപ വീതം. ആൻഡ് എ ഡ്രസ് ഫോർ 700 rupees. പിന്നെ ഒരു ഡ്രസ്സും വാങ്ങി. ഡ്രസ്സിന് എത്ര രൂപയായി? 700 rupees, 700 രൂപയായി. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? നമ്മളോട് ആദ്യം ചോദിച്ചത് ആകെ എത്ര രൂപയായി എന്നാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ആകെ എത്ര രൂപയായി? നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. റീന വാങ്ങിയിട്ടുള്ളത് ഒരു കുടയാണ്. ഒരു കുടയുടെ വില എത്രയാണ്? 250 rupees ആണ്. പിന്നെ റീന വാങ്ങിയിട്ടുള്ള 5 നോട്ട് ബുക്കുകളാണ്. ഓരോ നോട്ട് ബുക്കിന് വരുന്നത് 10 rupees ഈച്ച്, ഓരോന്നിനും 10 രൂപ. അങ്ങനെയാണെങ്കിൽ 5 നോട്ട് ബുക്കിനും കൂടി എത്ര രൂപയായിട്ടുണ്ടാകും? 5 × 10 അല്ല, 5 ഓരോ നോട്ട് ബുക്കിന് 10 രൂപയാണെങ്കിൽ 5 × 10, അതായത് 50 രൂപയായിരിക്കും ടോട്ടലായിട്ടുണ്ടാവുക. പിന്നെ റീന വാങ്ങിയത് ഒരു ഡ്രസ്സാണ്. ഡ്രസ്സിന് എത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്? 700 rupees ആണ്, 700 രൂപയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. ആദ്യം 250 rupees, പിന്നെ 50 rupees. 250 50 കൂട്ടിയാൽ എത്രയായി? 300 rupees. പിന്നെ ഡ്രസ്സിന് 700 rupees. ടോട്ടൽ ഇപ്പോൾ എത്രയായി? 300 + 700, 1000 rupees. ടോട്ടൽ കോസ്റ്റ് ആകെ തുക എത്രയാണ് വന്നത്? 1000 രൂപയാണ്, 1000 rupees ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഫാദർ ഹാസ് ഓൺലി 100 rupee നോട്ട്സ് വിത്ത് ഹിം. ഹൗ മെനി നോട്ട് ഷുഡ് ഹീ ഗിവ്? അച്ഛൻ്റെ കയ്യിൽ 100 രൂപ നോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, 500 രൂപേൻ്റെതോ 20 രൂപയുടെ നോട്ടുകളൊന്നുമില്ല. അച്ഛൻ്റെ കയ്യിൽ 100 രൂപയുടെ നോട്ട് മാത്രമേ ഉള്ളൂ. 100 rupees നോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്ര 100 രൂപ നോട്ട് കൊടുക്കണം? എത്ര നൂറുകൾ ചേർന്നാലാണ് 1000 ആവുക? നമുക്കറിയാലേ, 10 നൂറുകൾ ചേർന്നാലാണ് 1000 ആവുക. അപ്പോൾ നമ്മൾ എത്ര 100 രൂപ നോട്ട് കൊടുക്കണം? 10 100 rupees നോട്ട് കൊടുത്താലേ 1000 rupees ആവുള്ളൂ. സോ ആൻസർ ഈസ് 10. Suppose father had only 500 rupees notes with him. How many notes then? നിങ്ങൾ വിചാരിക്കുക, അച്ഛൻ്റെ കയ്യിൽ 500 രൂപയുടെ നോട്ട് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്ര 500 രൂപയുടെ നോട്ട് കൊടുക്കണം? എത്ര 500 rupeesൻ്റെ നോട്ട് കൊടുക്കണം? 2 എണ്ണം കൊടുത്താൽ മതി അല്ലേ? 500 + 500 1000 ആണ്. സോ അച്ഛന് 2 500ൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 rupee നോട്ട്സ്? അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ 1000 രൂപയുടെ നോട്ട് മാത്രമേ ഉള്ളെങ്കിലോ? ഒന്ന് കൊടുത്താൽ മതി അല്ലേ? ഹി ഓൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ 500 rupees. അച്ഛന് റീനയ്ക്ക് ഒരു ബാഗും കൂടി വാങ്ങി. ബാഗിൻ്റെ വില എത്രയാണ്? 500 rupees, 500 രൂപയാണ്. ദെൻ ഹൗ മച്ച് ഷുഡ് ഹി പേ ഇൻ ഓൾ? ഇപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് അച്ഛൻ എത്ര രൂപ കൊടുക്കണം? ആദ്യം 1000 rupees ആയിരുന്നു, ഇപ്പോൾ ബാഗിൻ്റെ 500 കൂടി വന്നു. സോ 1000 + 500, 1500 rupees കൊടുക്കണം. 1500 രൂപ കൊടുക്കണം. അടുത്ത ചോദ്യം നോക്കാം. ഹി പെയ്ഡ് ഇറ്റ് ഇൻ 1000 rupee നോട്ട്സ് ആൻഡ് 100 rupee നോട്ട്സ്. ഹൗ മച്ച് ഓഫ് ഈച്ച് ഡിഡ് ഹി ഗിവ്? അദ്ദേഹം 1000 രൂപയുടെ നോട്ടുകളും 100 രൂപയുടെ നോട്ടുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അദ്ദേഹം എത്ര കൊടുക്കണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1000 രൂപയുടെ നോട്ടുമുണ്ട്, 100 രൂപയുടെ നോട്ടുമുണ്ട്, 1000 rupeesൻ്റെ നോട്ടുമുണ്ട്, 100 rupeesൻ്റെ നോട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര വീതം കൊടുക്കണം? 1000 rupeesൻ്റെ നോട്ട് എത്ര എണ്ണം കൊടുക്കണം? ഒന്ന് കൊടുത്താൽ മതി അല്ലേ? 1500 ആണ്. അപ്പോൾ ഒരു 1000 മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1000 rupeesൻ്റെ നോട്ട് കൊടുക്കാം. നമ്പർ ഓഫ് 1000 rupees നോട്ട്സ് 1. ഇനി സെക്കൻഡ് നമ്പർ ഓഫ് 100 rupees നോട്ട്സ്. ബാക്കി എത്ര 100 രൂപകൾ വേണം നമുക്ക് 500 ആവാൻ? 500 rupees നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 500 ആവുള്ളൂ. സോ 500 rupees നോട്ട്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ചേഞ്ചിങ് എ നോട്ട്. 4 friends got ₹1000 each from bank. 4 കൂട്ടുകാർക്ക് 1000 രൂപ ബാങ്കിൽ നിന്ന് കിട്ടി. ലിസൺ ഈച്ച് വൺ സെയിങ് അബൌട്ട് ദി നോട്ട്സ് ദി ഗോട്ട്. അവർക്ക് കിട്ടിയ പണത്തിനെ കുറിച്ച് അവർ പറയുന്നത് നമുക്ക് നോക്കാം.
ഫൈൻഡ് ഔട്ട് ദി നോട്ട്സ് ആസ് വെൽ. അവർക്ക് കിട്ടിയ നോട്ടുകൾ നോക്കണം. ആദ്യത്തെ ആൾ പറഞ്ഞ എന്താണ്, ഐ ഗോട്ട് 1000, എനിക്ക് 1000 രൂപ കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെയാണ് 1000 രൂപ കിട്ടിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ സഞ്ചി നോക്കൂ, ചില്ലറകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് 1 രൂപ വീതമായിരിക്കും 1000 രൂപ കിട്ടിയിട്ടുണ്ടാവുക. ഇനി രണ്ടാമത്തെ ആൾ പറയുന്നു, ഐ ഗോട്ട് 100, എനിക്ക് 100 രൂപയാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 100 രൂപ വീതമാണ് 1000 കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര 100 രൂപ വേണം 1000 ആവാനായിട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 100 റുപ്പീസ് നോട്ട്സാണ് 1000 ആക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 10 100 രൂപയുടെ നോട്ടുണ്ട്. ആ 10 100 രൂപ നോട്ട് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് 1000 ആയിട്ട് മാറും, 1000 ആകും. ഇനി അടുത്ത ആൾക്ക് നോക്കൂ, ഐ ഗോട്ട് ഓൺലി 2, എനിക്ക് 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് 2 നോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഏത് നോട്ടായിരിക്കും? 500 റുപ്പീസിൻ്റെ നോട്ടായിരിക്കില്ലേ, 500 രൂപയുടെ നോട്ടായിരിക്കില്ലേ? നമുക്കറിയാം 500 + 500 ആണ് 1000. സോ അദ്ദേഹത്തിന് 2 നോട്ടേ കിട്ടിയിട്ടുള്ളൂ. ആ 2 നോട്ട് ഏതാണ്? 500 റുപ്പീസിൻ്റെ നോട്ടാണ്. ഇനി അടുത്ത ആൾ പറയുന്നത്, ഐ ഗോട്ട് ഓൺലി 10, എനിക്ക് 10 കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് 10 മാത്രമാണ് കിട്ടിയത്. 10 അദ്ദേഹത്തിന് എന്തായിരിക്കും കിട്ടിയിട്ടുള്ളത്? 100 രൂപയുടെ നോട്ടായിരിക്കും അല്ലേ? 10 100 രൂപകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 ആവും അല്ലേ? 10 100 രൂപകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഒരു 100, പിന്നെ ഒരു 100, അപ്പോൾ 200 ആയില്ലേ? 200 + 100 300, 300 + 100 400. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ 10 100കൾ ചേരുന്നതാണ്, 10 100s ചേരുന്നതാണ് 1000. ഓക്കെ ആണല്ലോ? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം, ഹൗ മെനി, എത്ര. നമുക്കിവിടെ ഒരു വേർഡ് വെബ് പോലെയുള്ള ഒരു സംഭവമാണ് തന്നിട്ടുള്ളത്. ഒരു പദസൂര്യനാണ് തന്നിട്ടുള്ളത്. നടുവിലായിട്ട് എഴുതിയത് 1000 ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് എത്ര 1s ചേർന്നാലാണ് 1000 ആവുക, എത്ര 100s ചേർന്നാലാണ് 1000 ആവുക, എത്ര 10s ചേർന്നാലാണ് 1000 ആവുക. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? എത്ര 1s ചേർന്നാലാണ് 1000 ആവുക? ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1 രൂപയുടെ ചില്ലറ, 1 രൂപയുടെ കോയിൻ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ എത്ര 1 രൂപയുടെ കോയിൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് 1000 ആക്കാൻ കഴിയുക? 1000 കോയിൻസ് വേണം അല്ലേ? 1000 ഒന്നുകൾ വേണം നിങ്ങൾക്ക് 1000-ലെത്തിക്കാൻ. സോ ആൻസർ ഈസ് 1000 ആണ് ഫസ്റ്റിൻ്റെത്. ഇനി സെക്കൻഡ് നമ്മളോട് എത്ര 100s, എത്ര 100 രൂപയുടെ നോട്ട് വേണമെന്നാണ് ചോദിച്ചത്. എത്ര 100കൾ ചേർന്നാലാണ് 1000 ആവുക? ഒരു 100 100, ഇനി അടുത്തൊരു 100 കൂടി വെച്ച് 200 ആയി, പിന്നെ 300, പിന്നെ 400, 500, 600, 700, 800, 900, 1000. അങ്ങനെ 10 100കൾ ചേരുന്നതാണ് 1000 ആവുക. ഇനി നമ്മളോട് ചോദിച്ചത് എത്ര 10s വേണം, എത്ര 10കൾ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 10 രൂപയുടെ നോട്ടൊക്കെ. എത്ര 10 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിലാണ് 1000 ആവുക? എത്ര എണ്ണം വേണ്ടി വരും? നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ 10ൻ്റെ 10 നോട്ട് ഉണ്ടെങ്കിൽ 100 ആണ് ആവുക. 10ൻ്റെ 10 നോട്ട് ഉണ്ടെങ്കിൽ 100 ആവും. 10ൻ്റെ 20 നോട്ട് ഉണ്ടെങ്കിലോ അത് 200 ആവും. അങ്ങനെയാണ് 10ൻ്റെ എത്ര നോട്ടുകൾ ചേർന്നാലാണ് 1000 ആവുക, 1000 ആവുക? 100 നോട്ടുകൾ വേണം അല്ലേ? 100 10s വേണം 1000 ആവാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര ആക്ടിവിറ്റികളാണ് ചെയ്യുന്നത്. ഇനി വരും വീഡിയോയിൽ നമ്മൾ അടുത്ത പേജിലുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്